ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി എഗ് ബോൾസിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇഫ്താറിന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഈ എഗ് ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള 2 പുഴുങ്ങിയ മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 ബ്രെഡ് ചെറിയ പീസായി നമുക്കൊരു ബൗളിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അരികുവശം ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. മസാല ഇപ്പൊ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായി ഉരുട്ടി ബോൾസിന്റെ ഷേപ്പിലാക്കി എടുക്കുക. നമുക്ക് എത്ര വലിപ്പത്തിലാണോ ബോൾ വേണ്ടത് ആ വലിപ്പത്തിലാണ് ബോൾസ് ആക്കി എടുക്കേണ്ടത്. നന്നായി കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ മുട്ടയുടെ പീസ് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അപ്പൊ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോ ഇതും കൂടി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡിന്റെ അരികുവശം മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. എഗ് ബോൾ ആദ്യം മുട്ടയിൽ ഒന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായി കോട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ആദ്യം മുട്ടയിൽ ഒന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പൊ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. ഇതൊക്കെ ഇപ്പൊ ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ എഗ് ബോൾ ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അത്. പിന്നെ നമ്മൾ ബ്രെഡൊക്കെ ചേർത്തത് കാരണം ഒരുപാട് എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി എന്ന് പറയുന്നത്. ലോ ഫ്ലെയിമിലാവുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ അടിപൊളിയായ എഗ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്